ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ സുപ്രധാനമായ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ഈ ഒരു വലിയ അനുഗ്രഹത്തോട് നന്ദി കാണിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് പലതും ചെയ്യുന്നവരാണ് രക്ഷിതാക്കളായ നമ്മളെല്ലാവരും തന്നെ. അതുപോലെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട വിഷയം, എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും കണ്ണിന് കുളിർമയായിക്കൊണ്ട്, ഒരു അനുഗ്രഹമായിക്കൊണ്ട് റബ്ബ് എന്നെ ഈ ഭൂമിയിലേക്ക് പടച്ചതാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബിനും എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് ഓരോ മക്കളും കൃത്യമായി ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി രക്ഷിതാക്കളോടും പ്രിയപ്പെട്ട കുട്ടികളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയ്ക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. മക്കൾക്ക് ദുനിയാവിൽ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് അവർക്ക് കൃത്യമായ അറിവ് നൽകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഒരിക്കലും മതത്തിന് വിരുദ്ധമായ കാര്യമല്ല. ദുനിയാവ് നന്നാകാൻ വേണ്ടി, അതോടൊപ്പം തന്നെ എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ ദുനിയാവും ആഖിറത്തും നന്നാകുവാൻ വേണ്ടി ഏറ്റവും നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മതത്തിൽ തന്നെ ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദുനിയാവ് മാത്രം മതി, ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം മക്കൾക്ക് മതി എന്ന ചിന്ത തികച്ചും അപകടകരമാണ് എന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവിൽ മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കൾ ഭൗതിക വിദ്യാഭ്യാസപരമായി ഉയർന്നു ചിന്തിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഭൗതിക തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയേണ്ടതില്ലാത്ത വിധം പല ആളുകളും രക്ഷിതാക്കളും ഇന്ന് ആ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ മതപരമായ അറിവ് നമ്മുടെ മക്കൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ വന്നേക്കാവുന്ന വലിയ ദുരന്തങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസി ദുനിയാവും ആഖിറവും ഒരുമിച്ച് റബ്ബിനോട് തേടുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ഭൗതികപരമായിട്ട് മക്കളെ ഉയർന്ന നിലവാരത്തിലേക്ക്, ഉയർന്ന നിലയിലുള്ള കോഴ്സുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് ആ നിലയ്ക്ക് അവരെ ഉയർത്തുക എന്നുള്ളത് ഒരിക്കലും മതപരമായി തെറ്റുള്ള കാര്യമല്ല. അത് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവും ആഖിറത്തും കൃത്യമായി ലഭിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടത്, നാം മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 200, 201 ആയത്തുകൾ വളരെ കൃത്യമായി ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ. ഫമിനൻ നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യഖൂലു, അവർ പറയുന്നുണ്ട്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ, അല്ലാഹുവേ ഇഹലോകം, അവർ ചോദിക്കുകയാണ്, ഇഹലോകത്തെനിക്ക് നന്മ നൽകണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല.
മികച്ച ഒരു നേട്ടം അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ പരലോകത്തുണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വമിൻഹും മയ്യഖൂലു, അവരിൽ ചില ആളുകളുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന. അവർ പ്രാർത്ഥിക്കുന്ന റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുന്യാ ഹസന, ഇഹലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നന്മ നൽകണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. വഖിനാ അദാബന്നാർ, അതോടൊപ്പം നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, വിശുദ്ധ ദുനിയാവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ദുനിയാവിൽ പലതും അവർക്ക് നൽകിയേക്കാം, എന്നാൽ പരലോകത്ത് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് അവർക്ക് ഉണ്ടാകും വലിയ ഓഹരിയൊന്നും ഉണ്ടാവില്ല, ആ രൂപത്തിലായിരിക്കും. എന്നാൽ ഒരു വിശ്വാസി ചോദിക്കേണ്ടതാണ്, ഇഹലോകത്തും പരലോകത്തും നന്മ നൽകുവാൻ വേണ്ടി, ഖൈർ പ്രദാനം ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്, ഈ ദുനിയാവിൽ നല്ലത് തരയണമേ എന്ന് പ്രാർത്ഥിച്ച് നല്ല വിശ്വാസവും നല്ല ദീനും നല്ല മതബോധവും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഉപജീവനവും നല്ല ഭൗതിക വിഭവങ്ങളും അള്ളാഹു നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. കൃത്യമായി റബ്ബിനോട് ചോദിച്ചു നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് ഒരാൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുവാനും പാടില്ല. എനിക്ക് പരലോകം മതി എന്ന് വിചാരിച്ച് ദുനിയാവിനെ മറന്നുകൊണ്ട് മക്കളെ നോക്കാതെ കുടുംബം നോക്കാതെ ആ നിലക്കും ജീവിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ ദുനിയാവിന്റെ നന്മകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പരലോകത്തിന് വേണ്ടി സഹോദരൻ ജീവിക്കണം. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ജീവിതമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ ദുനിയാവിന്റെ നന്മകൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നന്മകൾ നൽകുന്നത് നമ്മുടെ പരലോകം നന്നാക്കുവാൻ വേണ്ടിയാണ്. പരലോകത്തേക്ക് വേണ്ടി ഏറ്റവും മികച്ച സമ്പാദ്യം സമ്പാദിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് വിഭവങ്ങളും ഒരുപാട് സുഖ സൗകര്യങ്ങളും നൽകിയിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ചില കൃത്യമായ ലക്ഷ്യബോധങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു രക്ഷിതാവ് എന്ന നിലക്ക്, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലക്ക് കൃത്യമായി ചില ധാർമ്മിക ബോധങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമമായ ലക്ഷ്യം നമ്മുടെ പരലോക വിജയമാണ് എന്ന കൃത്യമായ ഒരു ധാർമ്മിക ബോധമാണ് ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ വിഷയത്തിലും നമ്മുടെ മക്കളുടെ വിഷയത്തിലും പരമപ്രധാനമായ ലക്ഷ്യം അത് പരലോക വിജയമാണ് എന്ന ഒരു ധാർമ്മിക ബോധമാണ് ഏറ്റവും ആദ്യമായി നമ്മിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ലക്ഷ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ കൃത്യമായി നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്ര വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നൽകിയാലും ഈ ഒരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ എത്തിക്കുവാൻ രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഒരു ഉമ്മക്കോ ഒരു ഉപ്പക്കോ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ തോൽവി നമ്മൾ അവിടെ വാങ്ങി എന്നുള്ളതാണ്. അത് വലിയ ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മരണാനന്തര ജീവിതമുണ്ടെന്നും ആ പരലോക ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതമെന്നും അവിടുത്തെ വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്നും നമ്മുടെ മക്കളിൽ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ഓരോ പ്രായത്തിലും പ്രിയപ്പെട്ടവരെ,
നമ്മൾ മനസ്സിലാക്കണം. വളർന്നു വരുന്ന കുട്ടികൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ ജീവിതം എന്നുള്ളത് ചെറിയ സമയം മാത്രം ജീവിക്കുന്ന നമ്മുടെ ഈ ദുനിയാവിൽ ജീവിതമല്ല. അതല്ല ഏറ്റവും വലിയ ജീവിതം എന്നുള്ളത്. അതായിരുന്നു ഏറ്റവും വലിയ ജീവിതമെന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വർഷങ്ങൾ ജീവിക്കുവാൻ നമുക്ക് അല്ലാഹുവിടെ ആയുസ് തരുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് കൂട്ടുകാരന്മാർ, കൂട്ടുകാരികൾ നമ്മുടെ പ്രായത്തിൽ മരണപ്പെട്ടവരുണ്ടാകും, അല്ലേ? നമുക്ക് മുമ്പേ മരണപ്പെട്ട ആളുകളുണ്ടാകും, ചെറിയ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടവരുണ്ടാകും. എന്താ കാരണം? മരണാനന്തര ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതമെന്ന് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഹലോകമായിരുന്നുവെങ്കിൽ ഒരുപാട് വർഷം ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആയുസ് നൽകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വിജയമെന്നുള്ളത് പരലോകത്തെ വിജയമാണ്. സ്വർഗമെന്ന ആ വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്നുള്ളത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി, ഏറ്റവും ആദ്യമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്ത ഇതാണ്. ഏറ്റവും പരമപ്രധാനമായ വിജയമെന്ന ലക്ഷ്യമെന്നുള്ളത് അത് പരലോക വിജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം ലുഖ്മാൻ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ, ആ മഹാനായ ഒരു മനുഷ്യൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ. ചെറിയ കുട്ടിയെ വിളിച്ച് ഉപദേശിക്കുകയാണ്. ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേട്ടതാണ്. സൂറത്തുൽ ലുഖ്മാനിൽ യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് മകനെ ഉപദേശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ, പൊന്നു മകനെ, നീ ചെയ്യുന്ന ഒരു തെറ്റ്, ഒരു കാര്യം, ഒരു ചെറിയ അളവിലാണെങ്കിൽ പോലും, ഒരു അണുമണി തൂക്കമാണെങ്കിൽ പോലും, അത് ആരും കാണാതെ ഒരു പാറക്കുള്ളിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ചോ ആരും കണ്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന തെറ്റാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പുറത്തു കൊണ്ടുവരും എന്ന ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പൊന്നു മകനിൽ ഇട്ടുകൊടുക്കുന്നത്. ഈ ഒരു ചിന്തയാണ് നമ്മളും രക്ഷിതാക്കളെ നാം ഓരോരുത്തരും നമ്മുടെ മക്കളുടെ മനസ്സിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ധാർമ്മിക ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ കൃത്യമായി അവർക്ക് നൽകേണ്ട പ്രായത്തിൽ നൽകിക്കഴിഞ്ഞാൽ, എന്റെ നാട്ടുകാരോ എന്റെ കൂട്ടുകാരോ ഇല്ലാത്ത ഈ ഹോസ്റ്റൽ മുറിയിൽ, എന്റെ രക്ഷിതാക്കൾ കാണാനില്ലാത്ത, അധ്യാപകർ കൂടെ ഇല്ലാത്ത ഈ ഹോസ്റ്റലിന്റെ മുറിയിൽ, അല്ലെങ്കിൽ ഈ യാത്രാവേളയിൽ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന കൃത്യമായ വിശ്വാസം, ഒരു ധാർമ്മിക ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ധൈര്യപൂർവ്വം നമ്മുടെ മക്കളെ നമ്മൾക്ക് ഹോസ്റ്റലിൽ പറഞ്ഞയക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന ഓരോ വാക്കും എന്റെ നോട്ടവും എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ കൈകളിലോ ചുണ്ടുകളിലോ വെക്കുന്ന ലഹരിയുടെ അംശം അത് എന്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന കൃത്യമായ ഒരു ധാർമ്മിക ബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ നമ്മൾ ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. മക്കളിൽ ധാർമ്മിക ബോധം ഇട്ടുകൊടുക്കുക, പരലോകമാണ് ഏറ്റവും പ്രധാനമെന്നിട്ട് കൊടുക്കുക. ആരാണ് റബ്ബ് എന്ന് നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ രക്ഷിതാക്കളെ നമ്മൾ ഇട്ടുകൊടുത്തില്ല എങ്കിൽ വലിയ പരാജയം നാം ഏറ്റുവാങ്ങേണ്ടി വരും. ഈ ഒരു ചിന്തയാണ് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഒന്നാമതായി നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ലക്ഷ്യബോധം. അവിടെ പരാജയപ്പെടുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പല മക്കളും ഇന്ന് വഴിപിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നും, നമ്മുടെ ആ ഒരു ഉമ്മ ഉപ്പ എന്ന ആ ഒരു ലാളന, അതിൽ നിന്നും നമ്മുടെ മക്കൾ പ്രായം കൂടുമ്പോൾ
അവിടെ കൗമാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവർ ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആ തണലിൽ നിന്നും അവർ പതുക്കെ പതുക്കെ ചെയ്യും അകന്നു പോയിക്കൊണ്ടിരിക്കും. എന്താ കാരണം പ്രിയപ്പെട്ടവരെ? ഈ ഒരു കൃത്യമായ ലക്ഷ്യബോധം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ നൽകാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറ്റവും ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. രണ്ടാമതായി രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ എങ്ങനെ ആകണമെന്നുള്ള കൃത്യമായ ധാരണ നമ്മുടെ മക്കൾക്ക് നൽകണം. പരലോകം മാത്രമല്ല, അള്ളാഹിനെപ്പറ്റി ചിന്ത മാത്രമല്ല, മറിച്ച് ദുനിയാവിൽ നമ്മൾ എങ്ങനെ ആകണം, ദുനിയാവിൽ നമ്മൾ ആരാകണം എന്ന ചിന്ത കൃത്യമായി എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ലക്ഷ്യബോധമില്ലാത്ത പല കോഴ്സുകളുമാണ് തിരഞ്ഞെടുക്കുന്നത്. അധികം ആളുകൾ എന്ത് ചെയ്യണത്? ഒഴുക്കിനനുസരിച്ച് നീതി കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന വ്യക്തി, അല്ല ഓൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ന വ്യക്തിയുടെ മകന്, ഇന്ന വ്യക്തിയുടെ മകള് ഏത് കോഴ്സാണോ എടുത്തത് ആ കോഴ്സ് തിരഞ്ഞെടുക്കുക. ഈ രൂപത്തിലുള്ള പല ചിന്തകളും, പല കൃത്യമായ ഒരു ലക്ഷ്യബോധമില്ലാത്ത രൂപത്തിലാണ് പലപ്പോഴും മക്കൾക്ക് ഉയർന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ പല രക്ഷിതാക്കളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മകന്, നമ്മുടെ മകൾക്ക് ഏത് പഠനമാണ് ഉചിതം, നിലവിലുള്ള അവന്റെ സാഹചര്യത്തിൽ അവന്റെ ചിന്തകൾ അതനുസരിച്ചുകൊണ്ട് എൻ്റെ മകന് ഏത് കോഴ്സാണ് ഏറ്റവും ബെറ്റർ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം രക്ഷിതാക്കൾ എന്ത് ചെയ്യേണ്ടത്? മക്കളെ ഉയർന്ന കോഴ്സിലേക്ക് പറഞ്ഞു അയക്കേണ്ടത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണോ, അല്ലെങ്കിൽ ITI വേണോ, ഇതൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവരുടെ വളർച്ചയിലും അവരുടെ പ്രവർത്തനങ്ങളിലും കാണാൻ സാധിക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർബന്ധത്തിന് വേണ്ടി നമ്മൾ നിർബന്ധിച്ചുകൊണ്ടൊരു കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ അവന്റെ കൂട്ടുകാർ എന്നെ കോഴ്സ് എടുത്ത് അതുകൊണ്ട് ഇവനും ഈ കോഴ്സ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ വളരെ വിലപ്പെട്ട 5 വർഷങ്ങൾ എന്ത് ചെയ്യും? വെറുതെ കടന്നു പോകുമെന്നത്. ആ ഒരു പഠനം കൊണ്ട് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു നേട്ടവും അവർക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ആ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇഹലോകത്ത് അവർ എങ്ങനെയായിരിക്കണം, പരലോകത്ത് എങ്ങനെയായിരിക്കണം എന്നൊരു ചിന്ത കൃത്യമായി നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് കോഴ്സാണ് ഏറ്റവും നല്ലത്, അല്ലെ, ജോലിക്ക് ഏറ്റവും ഉചിതമായ കോഴ്സ് ഏതാണ് എന്ന രൂപത്തിലുള്ള അത് മനസ്സിലാക്കുവാനുള്ള കരിയർ ഗൈഡൻസ് സെന്ററുകളുണ്ട്, കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. കൃത്യമായ കാഴ്ചപ്പാടിലെ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? അവർ ഈ രൂപത്തിലുള്ള സെന്ററിൽ പോയി എന്ത് ചെയ്യണം? മക്കളെയും കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഏത് കോഴ്സാണ് എൻ്റെ മകന് നല്ലത് എന്ന രൂപത്തിലുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി നമ്മുടെ മക്കളുടെ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവരെ ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഈ ഒരു മെയ് അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. മക്കളുടെ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ പറഞ്ഞയക്കുന്ന പണം കൊടുത്ത്, ഫീസ് കൊടുത്ത്, ഡൊണേഷൻ കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഏത് രൂപത്തിലായിരിക്കണമെന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല കോഴ്സിനോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസവും തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലെത്തുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പല ആളുകളും വലിയ സംഖ്യ ഡൊണേഷൻ നൽകി, മാസാമാസം വലിയ ഫീസ് നൽകി നമ്മുടെ മക്കൾക്കൊന്ന് നമസ്കരിക്കുവാൻ പോലും സൗകര്യമില്ലാത്ത ക്യാമ്പസുകളുണ്ട്. ജുമുഅക്ക് പോലും പള്ളിയിൽ പോകാൻ സാധിക്കാത്ത ക്യാമ്പസുകളുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പല രക്ഷിതാക്കളും മക്കളെ പഠിപ്പിക്കുവാനും വേണ്ടി പറഞ്ഞയക്കുന്നത്. ഹോസ്റ്റൽ റൂമുകളിൽ യാതൊരു സുരക്ഷയുമില്ലാതെ, യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരുപാട് ഹോസ്റ്റൽ റൂമുകൾ
അവിടെയുണ്ട്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നല്ല കോഴ്സ് മാത്രം നോക്കി, നല്ല സ്ഥാപനം നോക്കാതെ, നല്ല ഹോസ്റ്റൽ സൗകര്യം നോക്കാതെ, എൻ്റെ മകൻ എൻ്റെ മകൾക്ക് പള്ളിയിൽ പോയി ജമാഅത്തെ നമസ്കരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ, ജുമുഅക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ, ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ അതുവരെ നൽകിയ ദീൻ, ധാർമ്മിക ബോധം, ഈമാൻ അത് ക്രമേണ ചെയ്യും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിലെ ഭാഗം സൂചിപ്പിച്ചതാണ്. മക്കളുടെ അന്തരീക്ഷം മാറുമ്പോൾ ആ അന്തരീക്ഷം പള്ളിയുമായി ബന്ധമില്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ, അതോടൊപ്പം തന്നെ മതപരമായ ക്ലാസുകൾ, ദീനി വിജ്ഞാനം നേടിയെടുക്കുവാൻ സാധിക്കാത്ത അന്തരീക്ഷമാണെങ്കിൽ സ്വാഭാവികമായിട്ടും മക്കൾ ദീനിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. കുട്ടികളിൽ മികച്ച നല്ലൊരു കൂട്ടുകെട്ടുള്ള നാട്ടിൽ നിന്നാണ് അവർ നേടുന്നത് മറ്റുള്ള ഹോസ്റ്റലിലും ക്യാമ്പസിലും പോയി പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുക വളരെ മോശപ്പെട്ട കൂട്ടുകാരായിരിക്കും. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടിൽപ്പെട്ട് വലിയ അപകടത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് പറയാനുള്ളത്, പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ, പുതിയൊരു കോളേജിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ നോക്കണതാണ് ഏറ്റവും നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ സ്കൂളിൽ, എൻ്റെ ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല കൂട്ടുകാരാരാണ് നമ്മൾ കണ്ടറിയാം, അല്ലെങ്കിൽ മുൻപരിചയം ഉണ്ടാകും. അവിടെ വസ്ത്രം, അവിടെ വേഷം, അവിടെ സംസ്കാരം, അവിടെ സ്വഭാവം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനെ ഒരു ക്ലാസ് റൂമിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉമ്മാക്കും നമ്മളെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ, വലിയ സ്വപ്നങ്ങൾ അവർക്ക് കൃത്യമായി അതിൽ വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മളെ സ്കൂളിലേക്കും ക്യാമ്പസിലേക്കും പറഞ്ഞയക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം ഉണ്ടാകുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഓരോ സമയമാകുമ്പോഴും നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിൽ പല ചിന്തകളുമാണ്, വേദനകളാണ്, ആശങ്കകളായിരിക്കുമെന്ന് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും നല്ലതായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. രക്ഷിതാക്കളെ, ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അന്തരീക്ഷം വളരെ മോശമാണെങ്കിലും, എത്രയോ കുട്ടികൾ ഈ രൂപത്തിൽ, ഏറ്റവും മികച്ച രൂപത്തിൽ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ട്. മതിൽ ചാടി പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ചോദിക്കാൻ അങ്ങനെ പോകാൻ പറ്റുമോന്ന്. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് അവർക്ക് ഓരോ വയസ്സിലും നൽകേണ്ട കൃത്യമായ ധാർമ്മിക ബോധം രക്ഷിതാക്കൾ കൃത്യമായി നൽകി അവരെ വാർത്തെടുത്തുകൊണ്ട് അവരെ ക്യാമ്പസിലേക്ക് വിട്ടതുകൊണ്ടാണ് കുട്ടികൾ ക്യാമ്പസിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര മോശപ്പെട്ട പ്രോഗ്രാമുകളും കൂട്ടിയിട്ടുണ്ടായാലും കുട്ടികൾ കൃത്യമായി ഉറച്ചു നിൽക്കുന്ന കാരണം എന്താണ്? മാതാപിതാക്കൾ അവർക്ക് നൽകിയ ധാർമ്മിക ബോധമാണ് എന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട കൃത്യമായ കാഴ്ചപ്പാട് നമ്മൾ കൃത്യമായി സ്വീകരിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഏറ്റവും നല്ല സ്ഥാപനം, എൻ്റെ മകന്റെ ദീൻ നഷ്ടപ്പെടുത്തുന്ന, എൻ്റെ മകന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാപനത്തിലേക്കും എൻ്റെ മകനെ, എൻ്റെ മകളെ പറഞ്ഞയക്കില്ല എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും തീരുമാനിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായി അവർ എത്ര ഉയർന്നാലും അവരുടെ ദീൻ നഷ്ടപ്പെട്ടതുകൊണ്ട് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അതോടൊപ്പം ലിബറൽ ചിന്തകളിലേക്കും നമ്മുടെ മക്കൾ പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും ക്യാമ്പസിനകത്ത് തന്നെ സൗജന്യമായ റൂം ലഭിച്ചിട്ടും കുട്ടികൾക്ക് താമസിക്കാൻ ക്യാമ്പസിനുള്ളിൽ തന്നെ സൗകര്യമായ റൂമുകൾ ഉണ്ടാകും, ഫ്രീ ആയിട്ടുണ്ടാകും. പക്ഷേ ക്യാമ്പസിലെ കൂട്ടുകെട്ടുകളും അവിടെ നമസ്കരിക്കുവാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടും വലിയ ഫീസ് കൊടുത്ത് പണം ചെലവാക്കി പള്ളിന്റെ അടുത്ത് റൂമെടുക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. എല്ലാവരും അങ്ങനല്ല. എത്രയോ രക്ഷിതാക്കള് അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്.
കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ, CRE ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ എന്റെ മകന് എന്റെ മകൾക്ക് സൗകര്യമാകണമെന്ന് കരുതിയിട്ട് ക്യാമ്പസിനുള്ളിൽ ഫ്രീ ആയി ലഭിക്കുന്ന ഹോസ്റ്റൽ റൂമുകൾ ഒഴിവാക്കി പണം കൊടുത്ത് പുറത്ത് ഹോസ്റ്റൽ റൂമെടുത്ത് താമസിപ്പിക്കുന്ന എത്രയോ രക്ഷിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തിനാണത്? നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണം, കൺകുളിർമയുള്ള മക്കളായി മാറണം. അത് പഠിക്കുന്ന സമയത്തും പഠനത്തിന് ശേഷവും വിവാഹത്തിന് ശേഷവും നമ്മൾ പ്രായമായാലും അവർ പ്രായമായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമുക്ക് കൺകുളിർമയുള്ള മക്കളാകണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ദീനിന്റെ അറിവും ഉത്ബോധനവും ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മനസ്സ് അറിയാതെ വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നമ്മൾ ബോധപൂർവ്വമാവൂല, പക്ഷെ അറിയാതെ എന്തെയും നമ്മുടെ മനസ്സെന്തെയും വഴിമാറിക്കൊണ്ടിരിക്കുമെന്ന് ഓരോ കുട്ടികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പല കുട്ടികളും നാട്ടിൽ LP സ്കൂൾ കഴിഞ്ഞ്, നാട്ടിൽ മദ്രസയിൽ പഠിച്ച്, UP ഹൈസ്കൂളും കഴിഞ്ഞ് പുതിയൊരു ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ക്യാമ്പസിൽ ചേർന്ന് 1 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കളുടെ മുടിയുടെ കോലവും വസ്ത്രത്തിന്റെ കോലവും, നെരിയാണിക്ക് മുകളിൽ കൃത്യമായി ഭംഗിയായി വസ്ത്രം ധരിച്ച മക്കൾ ഏതെങ്കിലും സിനിമാ സ്റ്റൈലിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് നമ്മുടെ മക്കളുടെ സംസ്കാരവും നമ്മുടെ മക്കളുടെ വേഷവും കോലവും മാറുവാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ മനസ്സിലുള്ള ഈ ഒരു ധാർമ്മിക ബോധം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ പെൺകുട്ടികളുടെ കാര്യമാണ്. ഈ രൂപത്തിൽ തന്നെ ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, ഹോസ്റ്റൽ റൂമിലേക്ക് പറഞ്ഞയക്കുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് വേണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ പെൺകുട്ടികളെ ഹോസ്റ്റൽ റൂമിലേക്ക് പറഞ്ഞയക്കേണ്ടത്. അത്ര വളരെ മലീമസമായി കൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റൽ റൂമുകൾ എന്നുള്ള യാതൊരു നിയന്ത്രണവുമില്ലാതെ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ, ഒന്ന് ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്തവൻ പ്രതിക്കൂട്ടിലാകുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്ന് അവസ്ഥകളുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഹോസ്റ്റലിൽ പറഞ്ഞയക്കുന്നുണ്ടോ 100% അത് പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മുടെ പെൺമക്കളെ പറഞ്ഞയക്കാൻ. അല്ലാത്ത പക്ഷം വലിയ ദുരന്തത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം ഒന്ന് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും പല അനുഭവങ്ങളുടെ വെളിച്ചത്തിലും മനസ്സിലാകുന്ന വിഷയമാണ് ഇത് എന്നുള്ളതാണ്. അല്ലാത്ത രൂപത്തിൽ വളരെ നിയന്ത്രണമില്ലാത്ത എന്തുമാവാം, എങ്ങനെയുമാവാം, ഏത് സമയത്തും ഏത് രാത്രിയും ഇറങ്ങി നടക്കാം എന്ന രൂപത്തിൽ ഹോസ്റ്റലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മക്കളുടെ ഭൗതികമായ ഉയർച്ചയായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഭൗതികമായ ആ പഠനവും മതപരമായ കാഴ്ചപ്പാടും ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ട് ഒന്നിനും ഉപകാരപ്പെടാത്തൊരവസ്ഥയിലേക്ക് എന്തെയും നമ്മുടെ മക്കൾ എത്തിപ്പെടുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിലയ്ക്ക് ധാർമ്മിക ബോധമുള്ള നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുമാറാകട്ടെ.